ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മീനഭരണിയാണ് വരാൻ പോകുന്നത്. മീനമാസം 18-ാം തീയതി, ഏപ്രിൽ 1-ാം തീയതി ചൊവ്വാഴ്ച. അന്നാണ് മീനഭരണിയായി നമ്മൾ ആചരിക്കുന്നത്. സാധാരണ ഭഗവതിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. ഇത്തവണ ഭഗവതിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമായ ചൊവ്വാഴ്ച തന്നെയാണ് ഭരണി നക്ഷത്രം, മീനമാസത്തിലെ ഭരണി നക്ഷത്രം വന്നിരിക്കുന്നത്. അന്നാണ് മീനഭരണിയായി ആചരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മഹാദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ട ദിവസമാണ്. മഹാദേവിയുടെ തിരുനാളാണ് ഭരണി, മഹാകാളിയുടെ. ചിലർക്കൊക്കെ ഭദ്രകാളി ദേവിയെ ഭയമാണ്, ഇല്ലേ? ഭദ്രകാളി ഉപാസകരെ ഭയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനുഷ്യരാശിയെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഭഗവാൻ പരമേശ്വരൻ സൃഷ്ടിച്ചതാണ് ഭദ്രകാളി ദേവി. തൻ്റെ ഭക്തരെ ചേർത്തു പിടിക്കുന്ന ആളാണ് ഭദ്രകാളി ദേവി. അങ്ങേയറ്റം ഭക്തവത്സലയാണ് ഭദ്രകാളി ദേവി. ഭദ്രകാളി ദേവിയെ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരിക്കലും തെറ്റ് ചെയ്യുകയില്ല. ദുഷ്ടന്മാരുണ്ട്, അവർ ദുഷ്ടഗണത്തിൽപ്പെട്ടവരാണ്. അവർ പലതരത്തിലുള്ള തെറ്റുകളും ചെയ്യുന്നുണ്ടാകാം. അതിനൊക്കെ അവസാനം ഭഗവതി തന്നെ കൂലി കൊടുക്കും എന്നുള്ളത് പ്രത്യേകം ഓർത്തുകൊള്ളുക. ഞാൻ നല്ല മനുഷ്യരുടെ കാര്യമാണ് പറഞ്ഞത്. നല്ല മനുഷ്യർ, ലോകത്തിന് നന്മ ആഗ്രഹിക്കുന്നവർ, നന്നായി ജീവിക്കണം, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ നമ്മുടെ ലൗകിക ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകും. ആ ആഗ്രഹങ്ങളൊക്കെ ഒരു പരിധിവരെയൊക്കെ സാധിച്ച് സ്വസ്ഥവും സമാധാനവുമായി മറ്റുള്ളവർക്ക് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും ഒന്നുകൊണ്ടും തന്നെ യാതൊരു ദോഷവും ഉണ്ടാക്കാതെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരെയും എത്രത്തോളം അനുഗ്രഹിക്കാൻ സാധിക്കുമോ അത്രത്തോളം അനുഗ്രഹിക്കുന്ന ഒരു ഭഗവതിയാണ് ഭദ്രകാളി ദേവി. ഭദ്രകാളി ദേവിക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഗുരുതി വഴിപാടുകൾ നടത്താറുണ്ട്. അത് വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ ഗുരുതി വഴിപാട് കഴിപ്പിച്ച്, ഇത്ര വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞ് ഗുരുതി വഴിപാടുകളൊക്കെ കഴിപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ വിശേഷമാണ്. ചില ക്ഷേത്രങ്ങളിൽ ദാരുശില്പങ്ങളുണ്ട്. ഭദ്രകാളി ക്ഷേത്രങ്ങൾ ദാരുശില്പങ്ങൾ, അതായത് പ്ലാവിൻ്റെ തടിയിൽ ഭഗവതിയുടെ രൂപം, അതാണ് ദാരുശില്പം. പ്ലാവിൻ്റെ തടിയാണ്, ദേവവൃക്ഷമാണ് പ്ലാവ്. അതുകൊണ്ട് തന്നെ പ്ലാവിൻ്റെ തടി നമ്മൾ വീടിന് ഈ ഉമ്മറപ്പടിയായിട്ടൊന്നും പ്ലാവിൻ്റെ തടി ഉപയോഗിക്കാറില്ല. കാരണം പ്ലാവിൻ്റെ തടിയിൽ ചവിട്ടരുത് എന്നാണ് പറയുന്നത്. ദേവവൃക്ഷമാണ്. അങ്ങനെ ആ ദാരുശില്പത്തിന് ചാന്താട്ടം നടത്താറുണ്ട്. വെള്ളിയാഴ്ച വ്രതമെടുത്ത്, ചൊവ്വാഴ്ച വ്രതമെടുത്ത് ഭഗവതിയെ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന മഹാദേവിയാണ് ഭദ്രകാളി ദേവി. നിങ്ങൾക്ക് കാളിദാസനെ പറ്റി അറിയാമോ? ആരായിരുന്നു കാളിദാസൻ? വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സഭയിലുണ്ടായിരുന്ന 9 കവിരത്നങ്ങളിൽ ഒരാളായിരുന്നു കാളിദാസൻ. കാളിദാസൻ ജന്മന ഒരു ബ്രാഹ്മണൻ തന്നെയായിരുന്നു. അദ്ദേഹം ബാല്യം മുതൽക്കേ യഥാക്രമം വിദ്യാഭ്യാസം ചെയ്യുകയും യൗവനം ആരംഭിച്ചപ്പോഴേക്കും വലിയ വിദ്വാനായി തീരുകയും ചെയ്തിരുന്നു. അദ്ദേഹം ബാല്യത്തിൽ തന്നെ വലിയ ശിവഭക്തനായിരുന്നു. ശിവദർശനം കഴിക്കാതെ ഭക്ഷണം കഴിക്കുക പോലും അദ്ദേഹം ചെയ്തിരുന്നില്ല. അത്ര വലിയ ഒരു ഭക്തനായിരുന്നു അദ്ദേഹം. ഒരു ദിവസം കാളിദാസൻ മഹാദേവ ദർശനത്തിനായി ഒരു ശിവക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ
ദിവ്യനായ ഒരു യോഗീശ്വരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ എന്തോ ഒരു അപശബ്ദ സ്പർശനമുണ്ടെന്നു തോന്നി. ആർക്ക്? കാളിദാസന്. അങ്ങനെ തോന്നിയപ്പോൾ കാളിദാസൻ എന്തു ചെയ്തു? ആ യോഗിയെ പരിഹസിച്ചു. അതിനാൽ ആ ദിവ്യൻ കോപിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നീ പഠിച്ചതെല്ലാം മറന്ന് മൂഢനും മന്ദബുദ്ധിയുമായി തീരട്ടെ. ഇങ്ങനെയാണ് ശപിച്ചത്. കാരണം കാളിദാസൻ വലിയ വിദ്വാനാണ്. അദ്ദേഹത്തിന് സ്വയം ഞാൻ വലിയ കേമനാണ് എന്നൊരു തോന്നലുണ്ടായതുകൊണ്ടാണ് അദ്ദേഹം എന്തു ചെയ്തത്? മറ്റുള്ളവരെ ഒന്ന് പരിഹസിക്കുവാൻ ഇടയായത്. താൻ വലിയ ആളാണ്, താൻ മിടുക്കനാണ് എന്ന ആ അഹങ്കാരത്തിൻ്റെ ഫലമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അതുകൊണ്ടാണ് ഈ വിധം ഒരു ശാപം കിട്ടിയത്. നീ പഠിച്ചതൊന്നും മറന്നു പോകട്ടെ, നീ പഠിച്ചതെല്ലാം തന്നെ മറന്നു പോകട്ടെ, അങ്ങനെ നീ മൂഢനും മന്ദബുദ്ധിയുമായി തീരട്ടെ എന്നാണ് ശപിച്ചത്. ആ ശാപവചനം കേട്ട് കാളിദാസന് വലിയ വിഷമമുണ്ടായി. അദ്ദേഹം ആ യോഗീശ്വരൻ്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് ക്ഷമായാചനവും ചെയ്തു. ഉടനെ തന്നെ ആ ദിവ്യൻ അങ്ങേയറ്റം സന്തോഷിക്കുകയും കാളിദാസൻ്റെ ക്ഷമയിൽ അദ്ദേഹം സംതൃപ്തനാവുകയും ചെയ്തു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഉയരങ്ങളിലേക്ക് എത്തുന്തോറും നമ്മൾ വിനയമുള്ളവനാകണം. ഞാൻ വലിയ കേമനാണ്, നിങ്ങളൊക്കെ മോശമാണ് എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത് എന്നാണ് ഇവിടെ മനസ്സിലാക്കി തരുന്നത്. ആ യോഗീശ്വരൻ കാളിദാസനോട് ക്ഷമിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഒരു കാലത്ത് നിനക്ക് ഭദ്രകാളി പ്രസാദം സിദ്ധിക്കുന്നതിന് ഇടവരും. അപ്പോൾ നിന്റെ ബുദ്ധിമാന്ദ്യം നീങ്ങും. പൂർവാധികം നീ ബുദ്ധിമാനാകും. അതിനുശേഷം നീ വിദ്വാനുമായി തീരും. എപ്പോൾ? ഒരിക്കൽ നിനക്ക് ഭദ്രകാളിയുടെ അനുഗ്രഹം ഉണ്ടാകാനിടവരും. അതിനുശേഷം എല്ലാ പ്രശ്നങ്ങളും നിന്നിൽ നിന്ന് മാറും എന്നാണ് ആ ദിവ്യൻ അനുഗ്രഹിച്ചത്. എങ്കിലും അക്കാലം മുതൽ കാളിദാസൻ കേവലം മൂഢനും മന്ദബുദ്ധിയുമായി തീരുകയും സ്വന്തം ജനങ്ങളുടെ ഇടയിൽ നിന്നും മാറി മറ്റു ചില നാടോടികളായ ആളുകളുടെ കൂടെ നടക്കുകയും ചെയ്തു. അക്കാലത്ത് അവിടെ ഒരു പ്രഭുവിൻ്റെ പുത്രിയും സർവാംഗസുന്ദരിയും വലിയ വിദുഷിയുമായ ഒരു കന്യക ഉണ്ടായിരുന്നു. അവളുടെ യോഗ്യതകൾ കേട്ട് അനേകം യോഗ്യന്മാർ അവളെ വിവാഹം കഴിക്കുവാനായി എത്തിച്ചേർന്നു. എന്നാൽ ആ കന്യക ഇങ്ങനെ പറഞ്ഞു: ശാസ്ത്രവാദത്തിൽ തന്നെ ആരാണോ ജയിക്കുന്നത് അവനെ മാത്രമേ ഞാൻ ഭർത്താവായി സ്വീകരിക്കുകയുള്ളൂ. ഇങ്ങനെയായിരുന്നു ആ പ്രഭു കന്യകയുടെ നിശ്ചയം. പക്ഷേ വിവാഹം കഴിക്കുവാനായി ആഗ്രഹിച്ചെത്തിയ എല്ലാവരും തന്നെ പരാജയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ഈ പ്രഭു കന്യകയുടെ വിവാഹം നടക്കാതെയായി. അങ്ങനെ ഈ കന്യകയുടെ പ്രായം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ യൗവനദശ അതിക്രമിച്ചു തുടങ്ങിയപ്പോൾ അവളുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു: ഇനി ശാസ്ത്രവാദവും മറ്റും വേണ്ട. അങ്ങനെയൊന്നും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ വിവാഹം നടക്കുകയില്ല. യോഗ്യനായ ഒരാളെ ക്ഷണിച്ചു വരുത്തി കന്യകയെ വിവാഹം ചെയ്തു കൊടുക്കണം. ഇങ്ങനെ ആ അച്ഛൻ നിശ്ചയിക്കുകയാണ്. എന്നു നിശ്ചയിച്ച് എഴുത്തും കൊടുത്ത് ഓരോരുത്തരുടെ അടുക്കൽ തൻ്റെ ഭൃത്യന്മാരെ അയക്കുകയാണ്. ആരും വന്നില്ല. ഒടുക്കം പ്രഭു ആരെയെങ്കിലും വിളിച്ചുകൊണ്ട് വന്ന് കന്യകയുടെ വിവാഹം ഉടനെ നടത്തിക്കണമെന്ന് നിർബന്ധിച്ചു തുടങ്ങിയതിനാൽ ഭൃത്യന്മാർക്ക് അത് വലിയ ബുദ്ധിമുട്ടായി തീർന്നു. യോഗ്യന്മാരും വിദ്വാൻമാരുമായ അനേകം ആളുകൾ വന്നിട്ട് അവരെയൊക്കെ മടക്കി അയച്ച ഈ കന്യകയെ
ഒന്നാന്തരം ഒരു മൂഢനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കണം എന്ന് ആ ഭൃത്യന്മാരെല്ലാവരും കൂടി ആലോചിച്ച് നിശ്ചയിക്കുന്നു. പിന്നെ അവർ ഒരു മൂഢനെ കിട്ടാനായിട്ട് അന്വേഷിച്ച് പുറപ്പെടുകയാണ്. അങ്ങനെ ചെന്നപ്പോൾ കാഴ്ചയിൽ നല്ല സുന്ദരനായ ഒരാൾ ഒരു വൃക്ഷശാഖയുടെ മുകളിൽ കയറി ഇരുന്നു കൊണ്ട് അയാൾ ഇരിക്കുന്ന ശാഖയുടെ കട തന്നെ മുറിക്കുവാൻ തുടങ്ങുന്നതായി കണ്ടു. അത് കണ്ടപ്പോൾ ഇവൻ എത്ര മൂഢൻ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഭൃത്യന്മാരെല്ലാവരും കൂടി ആ മനുഷ്യനെ താഴെ ഇറക്കി കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളും മറ്റും ധരിപ്പിച്ച് പ്രഭുവിൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. ആ മനുഷ്യൻ ആരായിരുന്നു? നമ്മുടെ കാളിദാസനായിരുന്നു. ആടുകൾക്ക് തിന്നുവാൻ കൊടുക്കാനായിട്ടായിരുന്നു അയാൾ വൃക്ഷശാഖകൾ മുറിക്കുവാൻ ശ്രമിച്ചത്. ആ മനുഷ്യനെയും കൊണ്ട് ഭൃത്യന്മാർ പ്രഭുവിൻ്റെ ഗൃഹത്തിൽ എത്തിച്ചേർന്നു. അവിടെ വിവാഹ മണ്ഡപത്തിലിരുന്ന അനേകം ചിത്രങ്ങളുടെ കൂട്ടത്തിൽ രാവണൻ്റെ ഒരു പടം കണ്ടിട്ട് കാളിദാസൻ രാഭണ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് രാവണൻ, രാവണൻ എന്നല്ല പറഞ്ഞത്, അപ്മഭടാ രാഭണ എന്നാണ് പറഞ്ഞത്. അതായത് വായ്ക്ക് പകരം ഭ എന്ന് ഉച്ചരിച്ചു. അത് കേട്ടപ്പോൾ കന്യക ഈ മനുഷ്യൻ അക്ഷരജ്ഞാനമില്ലാത്ത മൂഢനാണെന്ന് തോന്നുന്നുവല്ലോ എന്ന് പറഞ്ഞു. കാരണം രാവണൻ എന്ന് പറയുന്നതിന് പകരം എന്താണ് പറഞ്ഞത്? വായ്ക്ക് പകരം ഭ എന്ന് ഉച്ചരിച്ചു. അപ്പോൾ ആ ഭൃത്യന്മാരിൽ ഒരു വിദ്വാൻ ഉണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ പറഞ്ഞു: കുംഭകർണൻ, വിഭീഷണൻ. അതുകൊണ്ട് തന്നെ രാവണൻ്റെ പേര് രാവണൻ എന്നാണ്. ആളുകൾ പറഞ്ഞ് അത് രാവണൻ എന്നാക്കിയതാണ് എന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഒരു ശ്ലോകവും പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് ആ ശ്ലോകം: കുംഭകർണേ ഭഗാരോസ്തി വിഭീഷണേ രാക്ഷസാനാം കുലശ്രേഷ്ഠോ രാവണോ നൈവ രാവണഃ. ഇങ്ങനെ ഒരു ശ്ലോകം കൊണ്ട് കാളിദാസൻ പറഞ്ഞതിനെ ആ ഭൃത്യൻ സാധൂകരിക്കുകയാണ്. അപ്പോൾ കന്യകയ്ക്കും അത് വിശ്വാസമായി. അങ്ങനെ കന്യക തോൽക്കുകയാണ്. ഉടനെ തന്നെ ഇയാൾ വിദ്വാനാണെന്ന് കരുതി എന്ത് ചെയ്യുന്നു? വിവാഹം നടത്തിക്കൊടുക്കുന്നു. വധൂവരന്മാർ അത്താഴം കഴിച്ചു. ശയനഗൃഹത്തെ പ്രാപിച്ചതിനു ശേഷം കാളിദാസൻ്റെ ഓരോ ചേഷ്ടത്തരങ്ങൾ കൊണ്ട് അദ്ദേഹം കേവലം ഒരു മൂഢൻ തന്നെയെന്ന് ആര് തീരുമാനിക്കുന്നു? ഈ പ്രഭുകന്യക തീരുമാനിക്കുന്നു. ഈ മണ്ടനായ പുരുഷനോടുകൂടി എങ്ങനെ ജീവിക്കും? ഇത് പ്രയാസകരം തന്നെ എന്ന് നിശ്ചയിച്ചു ആ കന്യക. അദ്ദേഹത്തെ അങ്ങനെ ആ കന്യക എന്തു ചെയ്യുകയാണ്? നിരാകരിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു. കാളിദാസന് അപ്പോൾ ബുദ്ധിക്ക് മാന്യം സംഭവിച്ചിരുന്നു എങ്കിലും പ്രഭുകന്യകയുടെ ഈ ധിക്കാരം അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം അപ്പോൾ തന്നെ അവിടെ നിന്നിറങ്ങി വനാന്തരത്തിലുണ്ടായിരുന്ന ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പോയി. രാത്രികാലങ്ങളിൽ മനുഷ്യരാരെങ്കിലും അവിടെ ചെന്നാൽ ദേവിയുടെ ഭൂതഗണങ്ങൾ പിടിച്ച് ചീന്തി ചോര കുടിച്ചു കൊല്ലുകയോ ദേവി പ്രസാദിച്ച് അനുഗ്രഹിക്കുകയോ ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കുമായിരുന്നു. ഒന്നുകിൽ ഭൂതഗണങ്ങൾ പിടിച്ച് കൊല്ലും, അതല്ലെങ്കിൽ മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. എന്തെങ്കിലും വരട്ടെ എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ടാണ് കാളിദാസൻ അങ്ങോട്ട് ആ രാത്രിയിൽ പോയത്. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ദേവി പുറത്തിറങ്ങി എവിടെയോ പോയിരിക്കുകയായിരുന്നു. ഭദ്രകാളി ദേവിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഭദ്രകാളി ദേവി ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങി ഒന്ന് സഞ്ചരിക്കും. എന്തിനാണ്? തൻ്റെ ഭക്തജനങ്ങളെല്ലാം നന്നായിരിക്കുന്നോ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടും പുറം ലോകമൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി സന്തോഷിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയാണ് ഭഗവതി ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത്, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ.
അങ്ങനെ ഭദ്രകാളി ദേവി പുറത്തിറങ്ങി പോയിരിക്കുന്ന സമയത്താണ് കാളിദാസൻ അവിടെ എത്തിച്ചേരുന്നത്. ക്ഷേത്രം തുറന്നു കിടന്നിരുന്നു. കാളിദാസൻ അകത്തു കടന്ന് എന്തു ചെയ്യുന്നു? വാതിലടച്ച് സാക്ഷയിട്ടിട്ട് അവിടെ അങ്ങിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മഹാദേവി മടങ്ങി വന്നു. അപ്പോൾ ദേവി നോക്കിയപ്പോൾ തുറന്നിട്ടിരുന്ന വാതിൽ അടച്ചിട്ടിരിക്കുന്നു. അതുകൂടാതെ സാക്ഷയും ഇട്ടിരിക്കുന്നു. ദേവി ഉടനെ തന്നെ പുറത്തുനിന്ന് ചോദിച്ചു, അകത്താര്? അപ്പോൾ കാളിദാസൻ വാതിൽ തുറക്കാതെ ധൈര്യത്തോടുകൂടി ഇങ്ങനെ ചോദിച്ചു, പുറത്താര്? മനുഷ്യ സഞ്ചാരം തുടങ്ങുന്നതിന് മുമ്പ് അകത്തു കടക്കേണ്ടത് അത്യാവശ്യമായതിനാൽ മഹാദേവി ബന്ധപ്പെട്ട് പുറത്ത് കാളിയാണ് എന്ന് പറഞ്ഞു. കാരണം നേരം പുലരാറാകുന്നു, മനുഷ്യരൊക്കെ പുറത്തിറങ്ങി സഞ്ചരിക്കും, മഹാദേവിയെ കാണരുത്, അതിനു മുമ്പ് അകത്ത് കയറണം. അതുകൊണ്ട് മഹാദേവി പറഞ്ഞു, ഇനിയിപ്പം വഴക്കിനൊന്നും സമയമില്ല, ഞാൻ കാളിയാണ്, പുറത്ത് കാളിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കാളിദാസൻ പറയുകയാണ്, എന്നാൽ അകത്ത് ദാസനാണ് എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ മഹാദേവിക്ക് വളരെയധികം സന്തോഷമായി. മഹാദേവി സംപ്രീതയാവുകയും, മകനെ കാളിദാസ, നിനക്കെന്താണ് വേണ്ടത്? വേഗം തന്നെ വാതിൽ തുറക്കുക എന്ന് പറഞ്ഞു. അതുകേട്ട് കാളിദാസൻ, എനിക്ക് വിദ്യയാണ് വേണ്ടത്, അതു തരാതെ ഞാൻ വാതിൽ തുറക്കുകയില്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ദേവി, എന്നാൽ നിന്റെ നാവ് ഈ വാതിലിൻ്റെ ഇടയിൽ കൂടി പുറത്തേക്ക് കാട്ടുക എന്ന് പറയുകയും കാളിദാസൻ നാവ് പുറത്തേക്ക് കാട്ടിക്കൊടുക്കുകയും ദേവി ഉടനെ തന്നെ തൻ്റെ ശൂലാഗ്രം കൊണ്ട് ആ നാവിൽ വിദ്യാപ്രദമായ ചിന്താമണി മന്ത്രം എഴുതുകയും തൽക്ഷണം തന്നെ കാളിദാസൻ്റെ ബുദ്ധി കാർമേഘം നീങ്ങിയ ചന്ദ്രിക എന്നതുപോലെ മാലിന്യം നീങ്ങി തെളിയുകയും അദ്ദേഹം വലിയ വിദ്വാനും മഹാകവിയുമായി തീരുകയും ചെയ്തു. ഉടനെ തന്നെ കാളിദാസൻ വാതിൽ തുറന്ന് മഹാദേവിയുടെ മുമ്പിൽ ചെന്നു നിന്നു. അപ്പോൾ പെട്ടെന്നുണ്ടാക്കിയ ഏതാനും പദ്യങ്ങൾ, ശ്ലോകങ്ങൾ ചൊല്ലി മഹാദേവിയുടെ പാദത്തിൽ വീണ് നമസ്കരിക്കുകയും ചെയ്തു. പെട്ടെന്നു തന്നെ മഹാദേവി ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ കടക്കുകയും യഥാപൂർവം ഉപവിഷ്ടയാവുകയും ചെയ്തു. മഹാദേവിയെ വീണ്ടും നമസ്കരിച്ച് കാളിദാസൻ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. മഹാദേവി കാളിദാസ എന്ന് വിളിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ആ നാമം സിദ്ധിച്ചത് എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്ന് അത്ര കൃത്യമായി അറിയില്ല. നേരം വെളുത്തപ്പോൾ കാളിദാസ മഹാകവി ആ പ്രഭുപുത്രിയുടെ അടുക്കൽ ചെന്നു ചേർന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിഭ്രമം, ആ മൂഢതയൊക്കെ മാറിയിരിക്കുന്നല്ലോ, ഇപ്പോൾ ഇദ്ദേഹം വലിയ വിദ്വാനായല്ലോ എന്ന് ധരിക്കുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നു. മുമ്പേ തന്നെ ഏറ്റവും സുന്ദരനായിരുന്ന അദ്ദേഹം ഒരു വിദ്വാനും കവിയുമായി തീർന്നിരിക്കുന്നു എന്നുകൂടി അറിഞ്ഞപ്പോൾ ആ സ്ത്രീ അദ്ദേഹത്തിൽ ഏറ്റവും ആകൃഷ്ടയായി തീർന്നു. എങ്കിലും തന്നെ ധിക്കരിച്ചു ബഹിഷ്കരിച്ചവളെ താൻ ഭാര്യയാക്കുകയില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ അദ്ദേഹം അവരെ സ്വീകരിക്കുന്നില്ല. അദ്ദേഹം അവിടെ നിന്ന് പോവുകയും ചെയ്തു. എന്നാൽ ആ സ്ത്രീരത്നത്തെ അദ്ദേഹം ബഹുമാനിക്കാതെ ഇരുന്നില്ല. അദ്ദേഹം രണ്ടാമത് ചെന്നപ്പോൾ ആ വിദുഷി ആദ്യം പറഞ്ഞ വാക്കുകളിലെ 3 പദങ്ങളും എടുത്ത് അദ്ദേഹം 3 കാവ്യങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. കാളിദാസന്റെ കുമാരസംഭവം, മേഘസന്ദേശം, അതുപോലെ തന്നെ രഘുവംശം. ഇതാണ് ആ 3 പ്രധാനപ്പെട്ട കാവ്യങ്ങൾ. ഈ ഐതിഹ്യത്തിൽ നിന്ന് നമുക്കെന്തു മനസ്സിലാക്കാം? വിദ്യാദേവിയാണ് ഭദ്രകാളി. ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കാത്തതായി ഒന്നുമില്ല എന്ന്
വിശ്വസിക്കുക. അതുകൊണ്ടാണ് ചില ദുഷ്ടന്മാർ പോലും തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഭദ്രകാളി ദേവിയെ ഉപാസിക്കുകയും അവര് ഭഗവതിയുടെ ആ അനുഗ്രഹം കൊണ്ട് ലോകത്തിന് ദോഷം ചെയ്യുന്നതും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, താൽക്കാലികമായി ചില പ്രവർത്തികൾ അവർ ചെയ്യുന്നുണ്ട് എങ്കിലും ഒരവസരം വരുമ്പോൾ ഭഗവതി തീർച്ചയായും തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ആ തിരിച്ചടി നേരിടുവാൻ സാധിക്കുകയില്ല ആ പാവങ്ങൾക്ക്. കാരണം അത്ര ശക്തിയായിട്ടുള്ള തിരിച്ചടിയായിരിക്കും ഭഗവതി കൊടുക്കുന്നത്. എന്നാൽ സത്യസന്ധമായി തങ്ങളുടെ ജീവിതത്തിന് വേണ്ടി, സമാധാനപൂർണമായ ജീവിതത്തിന് വേണ്ടി, അഹങ്കാരമില്ലാത്ത ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടിക്കഴിയുമ്പം താൻ വലിയ കേമനാണ്, ഇനി ആരാണ് തന്നോട് ചോദിക്കാനുള്ളത്, വരട്ടെ കാണട്ടെ എന്ന രീതിയിൽ ധിക്കരിച്ചു നിൽക്കുന്ന ആളുകളെ ഒന്നും തന്നെ ഭഗവതി അനുഗ്രഹിക്കുകയില്ല. അവർക്ക് കിട്ടുന്ന അടി ഭയങ്കര അടിയായിരിക്കും. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തൊന്നും മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ആയിട്ട് വരുമ്പം അവർക്ക് തോന്നും ബാക്കിയുള്ളവരൊക്കെ വളരെ മോശം, അപ്പോൾ അവരെ എന്തും പറയാം, എന്തും കാണിക്കാം, നീ ആരാടാ എന്നോട് ചോദിക്കാൻ എന്ന മട്ടിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ചിലർക്ക് തോന്നും. അങ്ങനെ അവരിങ്ങനെ അഹങ്കരിച്ച് വരുമ്പോഴായിരിക്കും ദുഷ്ടനെ ഭഗവാൻ പന പോലെ വളർത്തിയിട്ട് എന്ത് ചെയ്യും, കടയ്ക്ക് കൊണ്ടുവന്ന് എന്ത് ചെയ്യും, ഒരു വെട്ടങ്ങ് വെട്ടും. ഇങ്ങനെ പന പോലെ വളർന്നു വരുമ്പോൾ നമുക്ക് തോന്നും കൊള്ളാം, ദുഷ്ടന്മാരൊക്കെ വളരുന്നല്ലോ, ഇവരെയൊക്കെയാണല്ലോ ഭഗവാന് വേണ്ടത്, ഭഗവതിക്ക് വേണ്ടത്, പാവങ്ങളായ നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നു എന്ന് ചിന്തിക്കും. പക്ഷേ ഒരു സമയം വരുമ്പോൾ കടയ്ക്കൽ വെച്ച് തന്നെ എന്തു ചെയ്യും, ഭഗവതി വെട്ടും. ഓരോരുത്തരുടെയും തനിനിറമൊക്കെ പുറത്തു വരും. സമൂഹത്തിൽ അവരുടെ സ്ഥാനം ചവിറ്റുകുട്ടയിലാകും. അത് കലിയുഗത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? നമുക്ക് ഭഗവതി എല്ലാം തരും, അറിവുകൾ തരും, സമ്പത്ത് തരും, സുഖ സൗകര്യങ്ങൾ തരും. പക്ഷേ ഇതെല്ലാം തന്നെ ഭഗവതിയുടെ ദാനമാണ് എന്ന് കരുതുക. ഉയരങ്ങളിലേക്ക് പോകുന്തോറും താഴാഴ്മയായി ജീവിക്കുവാനായി ശ്രമിക്കുക. മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കാണുമ്പോൾ അതിൽ ദയയുണ്ടാവുക. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ മറ്റൊരാൾക്ക് വേദനയുണ്ടാക്കാതിരിക്കുവാൻ ശ്രമിക്കുക. ഭദ്രകാളി ദേവിയെ ഉപാസിക്കുന്ന ഒരു മനുഷ്യൻ, ഭഗവതിയെ അറിഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും യാതൊരു തെറ്റും ചെയ്യുകയില്ല എന്നറിയുക. ചൊവ്വാഴ്ചയും മീനഭരണിയും കൂടി വരുന്ന ഈ ദിവസം നിങ്ങൾ ഭഗവതിയെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് ഒരു ശീലമാക്കുക. അമ്മ മഹാമായയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാകും. കാരണം അമ്മ മഹാമായ സകല വിദ്യാസ്വരൂപിണിയാണ്. നമ്മൾ സാധാരണ പറയും സരസ്വതീ ദേവിയാണ് വിദ്യ നൽകുന്നത്. ശരിയാണ്, അറിവിൻ്റെ നിറകുടമാണ് സരസ്വതീ ദേവി. പക്ഷെ മന്ദബുദ്ധിയായി തീർന്ന കാളിദാസനെ രക്ഷിച്ചതാരാണ്? ഭദ്രകാളി ദേവിയാണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായി നിങ്ങൾക്ക് ആശ്രയിക്കാം. നിങ്ങളുടെ കുട്ടികൾ പഠിത്തത്തിൽ ഒരു അല്പം ഉഴപ്പ് കാണിക്കുന്നുണ്ടോ, നിങ്ങൾ മറന്നു പോകുന്നുണ്ടോ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, തടസ്സങ്ങളുണ്ടോ, എന്തു പ്രശ്നം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ, എന്തു ശാപം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ, ഭഗവതിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മഹാദേവിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചു കൊള്ളുക, മഹാദേവിയുടെ അനുഗ്രഹം ലഭിച്ച് നമുക്ക് ആ കാര്യങ്ങൾ കിട്ടി എങ്കിൽ ഭഗവതി നമുക്ക് തന്നത് മഹാദേവിയുടെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ നന്മ ചെയ്യുക, തെറ്റ് ചെയ്യാതിരിക്കുക. എന്നും ഭഗവതി കൂടെ ഉണ്ടാകും. ഒരിക്കലും ദേവി നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഒന്നിനൊന്നിനൊന്നിന് അഭിവൃദ്ധി മാത്രമേ തരികയുള്ളൂ. പക്ഷെ തെറ്റു ചെയ്താൽ അവിടെ തന്നതെല്ലാം ദേവി ചിലപ്പോൾ തിരിച്ചെടുത്തുകൊണ്ട് പോയെന്നിരിക്കും ഒരു അവസരം വരുമ്പോൾ. അത് പ്രത്യേകം ഒന്ന് ഓർത്തുകൊള്ളുക. അഹങ്കരിക്കാതിരിക്കുക, ഭഗവതിയെ പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.